അലസന്മാരായ മക്കൾക്ക് അധ്വാനത്തിന്റെ വില പഠിപ്പിച്ചു കൊടുത്ത ഒരച്ഛന്റെ കഥ നാം കേട്ടിട്ടുണ്ട്. മരണസമയത്ത് മക്കളെ അടുത്ത് വിളിച്ചിരുത്തി പല സ്ഥലങ്ങളിലായി പറമ്പിൽ കുഴിച്ചിട്ട നിധിയെ പറ്റി അയാൾ പറഞ്ഞു കൊടുത്തു. അച്ഛന്റെ മരണശേഷം മക്കൾ നിധിവേട്ട തുടങ്ങി. പറമ്പ് മൊത്തം കിളച്ചു മറിച്ചിട്ടും മക്കൾക്ക് നിധി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതായാലും കിളച്ചല്ലോ എന്ന് കരുതി അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. അവരുടെ അധ്വാനം വെറുതെയായില്ല. നല്ല മികച്ച വിളവും കൂടിയ വിലയും കിട്ടിയപ്പോൾ അവർ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരായി മാറി. ഈ കഥയിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. നഷ്ടമില്ലാതെ ലാഭമില്ല എന്നതാണ് അവയിൽ ഏറ്റവും പ്രധാനം. നമുക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ നാം എന്തെങ്കിലും നഷ്ടപ്പെടുത്തുക തന്നെ വേണം. വേദനയില്ലാതെ സുഖമില്ല. ഒരുപാട് സങ്കടം സഹിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തിരിയെങ്കിലും സന്തോഷം ലഭിക്കുകയുള്ളൂ. ഇറക്കത്തിന്റെ സുഖം കിട്ടണമെങ്കിൽ അതിനു മുമ്പ് കയറ്റത്തിന്റെ കഷ്ടപ്പാട് നാം സഹിച്ചേ പറ്റൂ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇഫ് there is a pain there is a gain. അതായത് നേട്ടത്തിന്റെ പിന്നിൽ ഒരു കോട്ടമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അത് സാമ്പത്തികമായിട്ടാവാം, ശാരീരികമായിട്ടാവാം, ഇനി അതുമല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളാവാം, സ്കൂളിലോ വീട്ടിലോ ഓഫീസിലോ ആവാം. ഒരു നിലക്കും ഒരു കഷ്ടപ്പാടുമില്ലാത്തവർ മരിച്ചവരായിരിക്കും. ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും. എങ്കിലും ഈ ജീവിതം ഒരു വലിയ അനുഗ്രഹമാണ്. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഒരു വലിയ കാരുണ്യം. മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുന്നത് തന്നെ എത്ര വലിയ പുണ്യമാണ്, എത്രയോ വലിയ ഭാഗ്യമാണ്. എന്നാൽ നാം ഇത് അറിയുന്നുണ്ടോ? വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതിനനുസരിച്ച് നാം ജീവിക്കുന്നുണ്ടോ? രാവും പകലും പോലെ ഇടകലർന്നതാണ് സുഖവും ദുഃഖവും. ഒരു കയറ്റത്തിന് ഇറക്കമുള്ളതുപോലെ തന്നെ ഇറക്കത്തിന് കയറ്റവുമുണ്ട്. സത്യത്തിൽ ഈ കയറ്റവും ഇറക്കവുമാണ്. അല്ലെങ്കിൽ മാറിയും മറിഞ്ഞും വരുന്ന സുഖവും ദുഃഖവുമാണ് നമ്മുടെ ജീവിതത്തെ ഇത്രമേൽ മനോഹരമാക്കുന്നത്, ജീവിക്കാൻ കൊള്ളാവുന്നതാക്കി മാറ്റുന്നത്. ഇനി ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടെന്നു കരുതി നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? പുരക്ക് തീ പിടിക്കുമെന്നു കരുതി ആരെങ്കിലും അടുപ്പ് കത്തിക്കാതിരിക്കുമോ? അപ്പോൾ നമുക്കും ജീവിക്കണം. മരിക്കും വരെ അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം. അതിനുവേണ്ടി നാം കൊടുക്കുന്ന വിലയായിട്ട് മാത്രം കണ്ടാൽ മതി ജീവിതത്തിൽ നാം നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. ജീവിതത്തിലും വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. മരണം പോലും ചിലപ്പോൾ അതിന്റെ മുന്നിൽ തോറ്റുപോകും. അതുകൊണ്ടാണ് ഒരാളെ നമുക്ക് കൊല്ലാൻ കഴിയും, പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്ന് പറയുന്നത്. അവസരങ്ങളെ വെല്ലുവിളികളാക്കുക, വെല്ലുവിളികളെ വിജയത്തിലേക്കുള്ള കോണിപ്പടികളാക്കുക. അപ്പോൾ അതിലുണ്ടാവുന്ന പരാജയം പോലും വിജയമായി മാറും. അത് തുടർന്നുള്ള വിജയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഇത് തന്നെയാണ് ഈ കഥയും നമ്മോട് പറയുന്നത്.